നമസ്കാരം, ജിബ്രോട്ടൻ ഗെയിംസ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 5 പ്രോയുടെ സക്സസർ ആയിട്ട് ഇപ്പോൾ ചൈന റിലീസ് ചെയ്തിരിക്കുന്ന റെഡ്മി 6 പ്രോ ആണ്. അപ്പോൾ ഞാൻ ഇനി തൊട്ട് ഇറങ്ങുന്ന ഫോൺസിന്റെ എല്ലാ റിവ്യൂ ഈ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, താഴെയുള്ള സബ്സ്ക്രൈബ് ഐക്കൺ ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യും. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇറങ്ങാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ജിബ്രോട്ടൻ ഗെയിംസ് ആൻഡ് ടെക്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. റെഡ്മി 6 പ്രോ റെഡ്മി നോട്ട് 5 പ്രോയുടെ സക്സസർ ആയിട്ടാണ് ചൈനയിൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചൈനയിൽ ഇത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 10,000-നും 13,000-നും ഇടയ്ക്കാണ്. 14,000-നും ഇടയ്ക്കാണ്. ഇതിന്റെ സ്റ്റോറേജ് വേരിയന്റ് എന്ന് പറയുമ്പോൾ 64-ഉം 32-ഉം GB ആണ് വരുന്നത്. റാമിന്റെ വേരിയന്റ് എന്ന് പറയുന്നത് 4GB-യും 3GB-യും ആണ്. കൂടാതെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. 5.84 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. 19:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഫോൺ വരുന്നത്. അതായത് വിവോ V9ന്റെ ഒക്കെ ആ ഒരു മോഡലിലായിരിക്കും ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത്. കൂടാതെ ഫുൾ HD-യിൽ 84% NTSC കളർ ഗാമറ്റ് ഉണ്ട്. അതായത് റെഡ്മി നോട്ട് 5 പ്രോയിനെക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് റെഡ്മി 6 പ്രോയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇതിന്റെ പ്രോസസറിലേക്ക് വരാം. റെഡ്മി നോട്ട് 6 പ്രോയുടെ പ്രോസസർ എന്ന് പറയുന്നത് octa-core സ്നാപ്ഡ്രാഗൺ 625 SoC ആണ്. ഇതിന്റെ ക്ലോക്ക് വരുന്നത് 2 GHz ആണ്. അപ്പോൾ ഇതിന്റെ പ്രോസസർ എന്ന് പറയുന്നത് വളരെ ഒരു ഡ്രോബാക്ക് ആണ്. ഒരു വർഷം പഴകിയ പ്രോസസറാണ് ഇത് നൽകിയിരിക്കുന്നത്. റെഡ്മി നോട്ട് 5യുടെ ഒരു 625 പ്രോസസർ വരുന്ന ഒരു 4-മത്തെയോ 3-മത്തെയോ ഡിവൈസ് അങ്ങനെയാണ് ഇത്. അപ്പോൾ വളരെ ഒരു ഡ്രോബാക്ക് ആയി പോയി ഇതിന്റെ പ്രോസസർ ഇച്ചിരി അവർ കുറച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫിക്കേഷൻ, ഫേസ് അൺലോക്ക്, പോർട്രേറ്റ് മോഡ്, വോയിസ് അസിസ്റ്റന്റ്, അതൊക്കെ തന്നെയാണ്. കൂടാതെ ഇതിന്റെ ക്യാമറ വരുന്നത് റെയർ ക്യാമില് 12+5 എന്ന റെഡ്മി നോട്ട് 5 പ്രോയിലുള്ള അതേ കോൺഫിഗറേഷൻ തന്നെയാണ്. ഫ്രണ്ട് ക്യാം വരുമ്പം ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അവിടെയാണ്. 5 മെഗാപിക്സൽ ആണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ ഫ്രണ്ട് ക്യാമറ ഒരു 8 മെഗാപിക്സലും കാണും. പിന്നെ ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നൽകിയിട്ടുണ്ട്. 2 സിം നിങ്ങൾക്ക് ഇടാം. കൂടാതെ ഒരു SD കാർഡും നിങ്ങൾക്ക് ഈ ഫോണിൽ ഇടാവുന്നതാണ്. ഇതിന്റെ റാം വേരിയന്റ് നിങ്ങൾക്ക് അറിയാം, 3GB-യും 4GB-യും ആണ് വരുന്നത്. സ്റ്റോറേജ് 32-ഉം 64-ഉം ആണ്. അത് നിങ്ങൾക്ക് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ MIU വേർഷൻ എന്ന് പറയുന്നത് 9 ആണ്. ഇപ്പോൾ 10 ഇറങ്ങിയിട്ടുണ്ട്, എന്നിട്ടും അവർ MIU 9-ലാണ് ഫോൺ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് ഓറിയോ ആണ്, 8.1 ഓറിയോ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് P-യിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 6 പ്രോയുടെ സ്പെഷ്യാലിറ്റീസ്. ഇത് ഇന്ത്യയിൽ ഇറങ്ങുമോ ഇല്ലയോ എന്ന് വളരെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കൂടാതെ ഇതിന്റെ ബാറ്ററി വരുന്നത് 4000 mAh ആണ്. അത് റെഡ്മി നോട്ട് 5 പ്രോയുടെ അതേ മോഡലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ കളർ വേരിയന്റ് എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ഗോൾഡ്, അങ്ങനെ ഒത്തിരി കളറിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു റെഡ്മി 6 പ്രോയുടെ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.